നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുതോണി മണിയാറൻകുടി റോഡിൽ പൊതുഗതാഗത സംവിധാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ബസ് സർവീസുകളെ വെല്ലുവിളിച്ച സമാന്തര സർവീസുകൾ. ആദിവാസികളുടെ മൺമറഞ്ഞ കൃഷി സമ്പ്രദായങ്ങളും വിളകളും വീണ്ടെടുക്കാൻ പുനർജീവനം എന്ന പേരിൽ വനംവകുപ്പ് നടപ്പിലാക്കിയ പരമ്പരാഗത കൃഷി വിജയം. മണിയാറൻകുടി വനമേഖലയുടെ ഭാഗമായ കോട്ടുപാളയിൽ അസ്ഥികൂടം കണ്ടെത്തി. അഗ്നിബാധയുണ്ടായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാറുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ദേവികുളം സബ് കളക്ടർ VM ആര്യ സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചെറുതോണി മണിയാറൻകുടി റൂട്ടിൽ പൊതുഗതാഗത സംവിധാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ബസ് സർവീസുകളെ വെല്ലുവിളിച്ച സമാന്തര സർവീസുകൾ വ്യാപകമായതോടെ ഈ റൂട്ടിലെ ബസ്സുകൾ ഒന്നൊന്നായി നിലയ്ക്കുന്ന അവസ്ഥയാണ്. നിയമലംഘനമായി ഓട്ടോറിക്ഷകളിൽ ആളെ കുത്തിനിറച്ച് യാത്ര തുടരുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണ്. ചെറുതോണി മണിയാറൻകുടി റൂട്ടിൽ സമാന്തര സർവീസുകൾ വ്യാപകമാകുന്നത് ബസ് സർവീസുകളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ബസ് സ്റ്റോപ്പുകളിൽ ബസ്സിനായി കാത്തുനിൽക്കുന്ന യാത്രക്കാരെ ബസ് എത്തുന്നതിന് 8 മിനിറ്റുകൾക്ക് മുമ്പ് ഓട്ടോറിക്ഷകൾ എത്തി കൊണ്ടുപോകുന്നു. 6-ലധികം ആളുകളെ ഒരേ സമയം ഓട്ടോറിക്ഷയിൽ കുത്തിനിറച്ചാണ് യാത്ര. മുൻപ് 15ഓളം സർവീസുകൾ ഓടിയിരുന്ന ഈ റൂട്ടിൽ സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റം മൂലം ഇപ്പോൾ വെറും 5ഓളം സർവീസുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തൊടുപുഴയിൽ നിന്നും മണിയാറൻകുടിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ ചെറുതോണി പിന്നിടുമ്പോൾ പലപ്പോഴും വിരലിൽ എണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് ഉള്ളത്. ഭീമമായ തുക നികുതിയായി അടച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് കിലോമീറ്ററുകളോളം യാത്രക്കാരില്ലാതെ ഓടേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ടിക്കറ്റ് വരുമാനത്തിലൂടെ ഇന്ധനച്ചെലവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. ഈ റൂട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഏകാശ്രയമായ ബസ് നിർത്തലാക്കിയാൽ വിദ്യാർത്ഥികളുടെ യാത്രയെയും സാരമായി ബാധിക്കും. ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് മണിയാറൻകുടിക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. സ്കൂൾ ടൈം ഉണ്ടായിരുന്ന സമയത്ത് പിള്ളേരെ ബേസ് ചെയ്ത് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നതാണ്. അന്ന് കുറച്ച് പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം വെറും 2-3 പേര് മാത്രം. അരമണിക്കൂറോളം സ്റ്റാൻഡിൽ ഇവിടെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നതിനും ബാക്കിയുള്ള ട്രാഫിക്കിൽ വണ്ടി ഇടുന്ന സമയത്ത് അവിടെ വണ്ടി കൊണ്ടിടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അവിടെ മൊത്തം ബ്ലോക്ക് ആവും. അപ്പോൾ അവിടെ നിന്ന് ഉള്ള ട്രിപ്പ് ഓട്ടോറിക്ഷ മൊത്തം മണിയാറൻകുടിക്കുള്ള ആളുകൾ മൊത്തം കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോവും. തിരിച്ച് അതുപോലെ തന്നെ റിട്ടേൺ വരും. നമുക്കൊരു കാരണവശാൽ ബസ് സർവീസിൽ 2-3 പേര് മാത്രമാണ് വണ്ടിക്കകത്താകെ കയറിയിരിക്കുന്നത്. യാത്രക്കാരും ഈ സമാന്തര സർവീസുകളുടെ കെണിയിലാണ്. ബസ് കുറവായ സമയത്ത് ഓട്ടോകളെ ആശ്രയിക്കേണ്ടി വരുമെന്നതിനാൽ ബസ് ഉള്ളപ്പോൾ അതിൽ കയറാൻ പലരും ഭയപ്പെടുന്നു. ബസ്സിൽ കയറുന്നവരെ പിന്നീട് തങ്ങളുടെ ഓട്ടോകളിൽ കയറ്റില്ലെന്ന ഡ്രൈവർമാരുടെ ബഹിഷ്കരണ ഭീഷണി യാത്രക്കാരെ നിസ്സഹായരാക്കുകയാണ്. നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കേണ്ട മോട്ടോർ വാഹന വകുപ്പും പോലീസും മൗനം തുടരുമ്പോൾ ഇവിടെ തകരുന്നത് ഒരു പൊതുഗതാഗത സംവിധാനമാണ്. സിറ്റിവിഷൻ ഇടുക്കി. മണിയാറൻകുടി വനമേഖലയുടെ ഭാഗമായ കോട്ടുപാളയിൽ അസ്ഥികൂടം കണ്ടെത്തി. 3 മാസം മുമ്പ് മണിയാറൻകുടിയിൽ നിന്ന് കാണാതായ സണ്ണിയുടേതാണ് മൃതദേഹമെന്ന സംശയം. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോട്ടുപാള വനമേഖലയിൽ അസ്ഥികൂടാവസ്ഥയിൽ ഒരു മൃതദേഹം കണ്ടെത്തി. മണിയാറൻകുടി സ്വദേശിയായ തകരപ്പള്ളിയിൽ സണ്ണിയുടേതാണ് മൃതദേഹമെന്നാണ് സംശയം. കഴിഞ്ഞ ഡിസംബർ മുതൽ ഇദ്ദേഹത്തെ കാണാതായിരുന്നു. മൃതദേഹം ഏറെക്കാലം പഴക്കമുള്ളതിനാൽ പൂർണ്ണമായും അഴുകി അസ്ഥികൂടമായി മാറിയ നിലയിലാണ് കണ്ടെത്തിയത്. സ്ഥലത്ത് കണ്ടെത്തിയ വസ്ത്രങ്ങൾ പരിശോധിച്ചാണ് ഇത് സണ്ണിയുടേതാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. ഇന്നലെ ഉച്ചയോടെ വിവരം മണിയാറൻകുടിയിലെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ലഭിച്ചതിനെ തുടർന്ന് നിരവധി പേർ സ്ഥലത്തെത്തി. എന്നാൽ വൈകുന്നേരം വരെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നില്ല. ഇതുമൂലം ഇന്നാണ് ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയൂ. ശേഷം മാത്രമേ മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണ്. സിറ്റിവിഷൻ ഇടുക്കി. ആദിവാസികളുടെ മൺമറഞ്ഞ കൃഷി സമ്പ്രദായങ്ങളും വിളകളും വീണ്ടെടുക്കാൻ പുനർജീവനം എന്ന പേരിൽ വനംവകുപ്പ് നടപ്പിലാക്കിയ പരമ്പരാഗത കൃഷി വിജയം. കാലഹരണപ്പെട്ടെന്ന് കരുതിയ 30 വിളകളാണ് തിരികെ എത്തിയത്.
പുതിയ ഭക്ഷണശീലങ്ങളിലേക്ക് വഴിമാറിയ ആദിവാസികളെ പരമ്പരാഗത കാർഷിക സംസ്കാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സംസ്ഥാനത്ത് ആദ്യമായാണ് പദ്ധതി പരീക്ഷിച്ചത്. ചിന്നാർ വനത്തിൽ വസിക്കുന്ന ആദിവാസി ഊരുകളിലെ കാലഹരണപ്പെട്ട വിളകളുടെ പുനരുൽപാദനം നടത്തി. അതിലൂടെ ആദിവാസി സമൂഹത്തിന്റെ ഭക്ഷണ വ്യതിയാനം ഇല്ലാതാക്കുക, റാഗി, ഗോതമ്പ്, നെല്ലിനങ്ങൾ തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ആദിവാസി സമൂഹങ്ങൾ പണ്ട് കൃഷി ചെയ്തിരുന്ന അപൂർവ ഇനം വിത്തിനങ്ങൾ കണ്ടെടുത്ത് കൃഷി ചെയ്യുക എന്ന ശ്രമകരമായ ദൗത്യത്തിനാണ് വനംവകുപ്പ് നേതൃത്വം നൽകിയത്. ഒരു വർഷം പോലും മുടങ്ങാതെ വനംവകുപ്പിന്റെ പൂർണ്ണ പിന്തുണയാണ് ഇത് ഏറ്റവും കൂടുതൽ പറയാനൊരു അവസരം. അവര് ഏത് സമയവും ഞങ്ങൾക്ക് ഫീൽഡിൽ പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാനും അതിൽ കിട്ടുന്ന വരുമാനം, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ സംഭവങ്ങളും നമ്മൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഈ റാഗികളെല്ലാം ചെയ്തു വെക്കുന്നുണ്ട്. പിന്നെ ഈ ആഹാരങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ മാത്രം കൊണ്ട് ഞങ്ങൾ ചുരുങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ട്രൈബൽ കോളനികളിലെ ചേച്ചിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ നേരെ തിരുവനന്തപുരം മുതൽ തലസ്ഥാന നഗരിയിലാണ് നമ്മുടെ ഏറ്റവും വിൽപ്പന നടക്കുന്നത്. ഈ റാഗിയുടെ തനത് ഭക്ഷണ രീതി നമ്മൾ അവിടെ കൊണ്ടു ചെല്ലുകയാണ്. പദ്ധതിയുടെ ആദ്യഘട്ടമായി 2016 ജൂലൈ ആദ്യം ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ തായണ്ണൻകുടി കോളനിയിൽ പരീക്ഷണാർത്ഥം തുടങ്ങിയ കൃഷി വിജയം കണ്ടു. കൊടികളിൽ നിന്ന് ശേഖരിച്ച പച്ചമുട്ടി, പൂവൻ രാഗി, കരിമുട്ടി, തൊങ്കൽ, നീലക്കണ്ണി, ഗിരികേബ തുടങ്ങിയ 7 ഇനം പരമ്പരാഗത വിത്തുകൾ ആദ്യഘട്ടം എന്ന നിലയിൽ തായണ്ണൻകുടി കോളനിയിലെ 14 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തു. ജൈവ രീതിയിലെ കൃഷിയുടെ മേൽനോട്ടവും പരിപാലനവുമെല്ലാം ആദിവാസികൾ തന്നെയാണ് നിർവഹിച്ചത്. മാർഗനിർദ്ദേശങ്ങളും മറ്റ് സഹായവും വനംവകുപ്പ് നൽകി. തുടർന്നാണ് ഇപ്പോൾ 2ാം ഘട്ടം ആരംഭിച്ച് വിജയകരമായി കൃഷി ഇറക്കുകയും അതിന്റെ കൊയ്ത്തുത്സവം നടത്തുകയും ചെയ്തു. ഇതോടെ കാലഹരണപ്പെട്ടെന്ന് കരുതിയ 30 ഇനം പാരമ്പര്യ വിളകൾ വീണ്ടെടുക്കാനായി. സിറ്റി വിഷൻ, മൂന്നാർ. അഗ്നിബാധയുണ്ടായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാറിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ദേവികുളം സബ് കളക്ടർ VM ആര്യ സന്ദർശിച്ചു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്തെന്നതിൽ വ്യക്തത വരുത്താനാകൂവെന്നും ഇതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും സബ് കളക്ടർ പറഞ്ഞു. പ്ലാന്റിലേക്ക് എത്തുന്ന ലെഗസി വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിനായുള്ള സംവിധാനം ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും സബ് കളക്ടർ വ്യക്തമാക്കി. കല്ലാർ പ്ലാന്റിന്റെ വിഷയം കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ നമ്മളുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ടുള്ള തരംതിരിക്കപ്പെടാതെയുള്ള വേസ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് പഞ്ചായത്ത് പുതിയതായിട്ട് പദ്ധതി വെച്ച് ബയോ മൈനിങ്ങിനുള്ള ഒരു വലിയ പ്രോജക്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് ഈ പറയുന്നത് പോലെ അതിൻ്റെ ടെക്നിക്കൽ സ്റ്റേജുകൾ കഴിഞ്ഞ് നടക്കാൻ പോവുകയാണ്. അതാണ് ലെഗസി വേസ്റ്റിൻ്റെ കാര്യം. പിന്നെ തീ പിടിക്കുന്നത് ഇതിന് മുന്നേ പലതവണ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് അവിടെ അത് തടയാനായിട്ട് CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു നാൾ മുന്നേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ പഞ്ചായത്ത് അത് കണ്ടെത്തി അവർക്ക് 50,000 രൂപ പിഴ ചുമത്തിയിരുന്നു. ഈ വിഷയത്തിൽ നമ്മളുടെ പ്രാഥമിക നിഗമനം അതൊരു ഷോർട്ട് സർക്യൂട്ട് ഇഷ്യൂ ആണെന്നാണ്. അത് പക്ഷേ നമുക്കൊരു കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് തടയാൻ പറ്റുള്ളൂ. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ.
KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞം നാളെ സമാപിക്കും. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ധർമ്മവിചാര യജ്ഞത്തിൽ ഇന്ന് രാവിലെ മഹാഗണപതി ഹോമം, ശാന്തിഹവനം, ശാരദാർച്ചന, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ആത്മീയ പ്രഭാഷണവും കുടുംബജീവിതവും ദേവയജ്ഞവും എന്ന വിഷയത്തിൽ സനാതന ധർമ്മ പ്രഭാഷകൻ OS സതീഷ് നയിച്ച പഠന ക്ലാസും ഗുരുദേവനും സംഘടനയും എന്ന വിഷയത്തിൽ യോഗം കൗൺസിലർ PT മന്മഥൻ നടത്തിയ പ്രഭാഷണവും ഗുരുപൂജ, പ്രസാദവോട്ട്, സിത്താനി ഭജൻ, ഗുരുദേവ ആരാധന സമർപ്പണം എന്നിവയും നടത്തി. നാളെ രാവിലെ 6-ന് മഹാഗണപതി ഹോമം, ശാന്തിഹവനം, 9-ന് പ്രബോധ തീർത്ഥസ്വാമികളുടെ ആത്മീയ പ്രഭാഷണം, 10-ന് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയ സാമൂഹ്യ പ്രസക്തി എന്ന വിഷയത്തിൽ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികൾ എന്നിവർ നേതൃത്വം നൽകുന്ന ചർച്ചാ സമ്മേളനം, 11:30-ന് നടക്കുന്ന സംഘടനാ സമ്മേളനം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് മുഖ്യപ്രഭാഷണം നടത്തും. യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് G അജയൻ നന്ദിയും അർപ്പിക്കും. ബിജു മാധവൻ, സജി പറമ്പത്ത്, P രാജൻ, PK രാജൻ, യൂണിയൻ ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിക്കും. 1-ന് ഗുരുപൂജ, പ്രസാദവോട്ട്, 1:30-ന് ശ്രീനാരായണ ഗുരുദേവൻ ആധുനിക സംസ്കാരത്തിന്റെ ജനയിതാവ് എന്ന വിഷയത്തിൽ ബിജു പുളിക്കലയിടത്ത് പ്രഭാഷണം നടത്തും. 3-ന് സർവൈശ്വര്യ പൂജ, ഗുരുദേവ ആരാധന സമർപ്പണം, ഗുരുജ്യോതി പ്രത്യർപ്പണം തുടങ്ങിയവ നടക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. കള്ളിമാലി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യജിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന യജ്ഞം 23-ന് സമാപിക്കും. കള്ളിമാലി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യജിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന യജ്ഞം 23-ന് സമാപിക്കും. സമാപന ദിവസമായ 23-ന് പൊങ്കാല മഹോത്സവത്തിൽ ലളിത സഹസ്രനാമ ജപത്തോടെ കള്ളിമാലി അമ്മയ്ക്ക് 1008 പൊങ്കാല സമർപ്പണം നടത്തും. 1-ാം ദിവസം വൈകിട്ട് അമ്പലക്കവല കാണിക്കവഞ്ചി ജംഗ്ഷനിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യജിയെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് തുടർന്ന് യജ്ഞവേദിയിൽ ദീപം തെളിയിച്ച ഭാഗവത മഹാത്മ്യം പ്രഭാഷണത്തോടെ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. സിറ്റി വിഷൻ, രാജാക്കാട്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയവുമായി തൂക്കുപാലം വിജയമാതാ സ്കൂളിന് നേട്ടം. പരീക്ഷ എഴുതിയ 85 വിദ്യാർത്ഥികളും മികച്ച മാർക്കോടെയാണ് വിജയം നേടിയത്. സോഷ്യൽ സയൻസിനും ഇൻഫർമേഷൻ ടെക്നോളജിക്കും 100 മാർക്ക് നേടിയ J റെനാൾഡ് 98.2% മാർക്ക് നേടി സ്കൂളിൽ ഒന്നാമതായി. മലയാളത്തിനും ഇൻഫർമേഷൻ ടെക്നോളജിക്കും 100 മാർക്ക് നേടിയ സെറ എലിസബത്ത് സോജൻ 97.8% മാർക്കോടുകൂടി 2ാം റാങ്ക് കരസ്ഥമാക്കി. സയൻസിനും സോഷ്യൽ സയൻസിനും സ്കൂളിൽ ഒന്നാമതെത്തിയ ആലിയ സക്കീർ 97.3% മാർക്ക് നേടി 3ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികളായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻസ അനുമോദിച്ചു. സ്കൂളിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഫലമാണ് ഈ ഉജ്ജ്വല വിജയമെന്ന പ്രിൻസിപ്പൽ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. തിരഞ്ഞെടുപ്പ് തോറ്റാൽ താൻ വനവാസത്തിന് പോകുമെന്ന മുൻപ് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒടുവിൽ വനവാസത്തിന് പോയി. കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നുമെങ്കിലും സംഗതി സത്യമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയ വനവാസമല്ല, വാഗമണ്ണിലെ മനോഹരമായ ഒരു റിസോർട്ടാണ്. കൃത്യസമയത്ത് തന്നെ VD സതീശൻ വനവാസത്തിലേക്കെത്തി. രാവിലെ 10 മണിയോടെയാണ് വാഗമണ്ണിലെ വനവാസം റിസോർട്ടിന്റെ ഉദ്ഘാടനം. മുൻ വനം മന്ത്രി KP വിശ്വനാഥന്റെ സഹോദരി പുത്രൻ അശ്വിൻ്റേതാണ് ഈ പുത്തൻ സംരംഭം.
ചടങ്ങിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. VD സതീഷിന്റെ വനവാസം പരാമർശത്തിന് മുൻപേ തന്നെ പേര് നിശ്ചയിച്ചിരുന്നുവെന്നാണ് റിസോർട്ടിന്റെ പിന്നണിയിലുള്ളവർ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കുട്ടിക്കാനത്ത് ട്രെക്കിങ്ങിനിടയിലായിരുന്ന സതീശൻ അവധിക്കാലം പൂർത്തിയാക്കിയാണ് വാഗമണ്ണിലേക്ക് എത്തിയത്. ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കപ്പെട്ട ട്രക്കിങ്ങിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. സിറ്റി വിഷൻ, കട്ടപ്പന. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ, വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുതോണി മണിയാറൻകുടി റൂട്ടിൽ പൊതുഗതാഗത സംവിധാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ബസ് സർവീസുകളെ വെല്ലുവിളിച്ച സമാന്തര സർവീസുകൾ. ആദിവാസികളുടെ മൺമറഞ്ഞ കൃഷി സമ്പ്രദായങ്ങളും വിളകളും വീണ്ടെടുക്കാൻ പുനർജീവനം എന്ന പേരിൽ വനംവകുപ്പ് നടപ്പിലാക്കിയ പരമ്പരാഗത കൃഷി വിജയം. മണിയാറൻകുടി വനമേഖലയുടെ ഭാഗമായ കോട്ടുപാളയിൽ അസ്ഥികൂടം കണ്ടെത്തി. അഗ്നിബാധയുണ്ടായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാറുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ദേവികുളം സബ് കളക്ടർ VM ആര്യ സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.